പറയുന്നത് ഞാനും അൻവരി ഉസ്താദൊക്കെ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകല്ലോ, ഞങ്ങൾ ജുമയ്ക്ക് പോകല്ല. അതാണ് നമ്മളെ പരിപാടി. എന്താ ഇയാൾ നമ്മളൊപ്പമുള്ള സദാസമയം ഉള്ളു. മൂപ്പരിങ്ങനെ കൂടെ നിന്നല്ലേ, മൂപ്പര് ജിന്നേറ്റ വന്നിട്ടുണ്ടാവും. എന്നിട്ടോ ഇയാൾ പറയാ ഇയാളെ നാടിനടുത്തൊരു മൗലിദ് നടക്കലുണ്ട്. അതെന്നെ കള്ളത്തരം. മൗലിദ് നടക്കലുണ്ട്. വെള്ളിയാഴ്ച 10 മണിക്ക് തുടങ്ങി 2 മണി വരെ മൗലിദാണ്. ഇതിൽ നമ്മൾ പങ്കെടുക്കലുണ്ട്. അതുകൊണ്ട് ജുമുഅക്ക് പോകാത്ത ആളുകളാണ് ദജ്ജാലൂന കദ്ദാബൂന. നിങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞ്? ഒരു വിഷയം പറയുമ്പോ ആ വിഷയത്തിന് തെളിവ് ഹാജരാക്കണം, പ്രമാണം. നിങ്ങള് ലീ ഹംസത്തുൻ എന്ന ബൈത്ത് ഷിയാക്കളുടേതാണ് എന്ന് പറഞ്ഞ ആരോപണമായി പറഞ്ഞു പോകല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ താങ്കളുടെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളിത് കേൾപ്പിച്ചത്. ഇതുപോലെ ഞങ്ങളെ ശൈഖുനയെ സംബന്ധിച്ച് ശൈഖുന ഇന്ന വിഷയം പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ ബുർഹാൻ കൊണ്ടുവര്, തെളിവ് കൊണ്ടുവര്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ജുമുഅ സമയത്ത് ജുമുഅക്ക് പോകാതെ ഏതെങ്കിലും ഒരു മൗലിദിലോ മറ്റോ പങ്കെടുത്ത എന്തെങ്കിലും ഒരു രേഖ തെളിയിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ പൊതു സ്റ്റേജിൽ കയറില്ല ഞങ്ങൾ കൊണ്ടുപോവാം. ജുമുഅയുടെ ആദാബൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ മശായിഖന്മാരാണ്. വെള്ളിയാഴ്ച ഞങ്ങൾ മൗലൂദ് ഓതലുണ്ട്. അത് സാവയിൽ വന്ന വെള്ളിയാഴ്ച സുബഹി നിസ്കരിച്ചാൽ തന്നെ മങ്കൂസ് മൗലൂദ് നടക്കും അവിടെ. പിന്നെ ഞങ്ങളോട് പറഞ്ഞ് കാര്യപ്പെട്ടൊരു മൗലൂദ് ഉണ്ട്, എന്തായാലും ഓതണം എന്നാണ്. അതേതാ മൗലൂദ്? അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറയുന്ന സൂറത്തുൽ കഹ്ഫ്. അത് ഓതണം ഞങ്ങളോട് പറയലുണ്ട്. അതിൽ നായന്റെ മൗലൂദ് വരെ ഉണ്ടായില്. അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ച നായന്റെ മൗലൂദ് വരെയുള്ള ആ സൂറത്ത് ഓതലുണ്ട്. നിങ്ങളെ സംഘടനയിലാവുന്ന കാലത്ത് ചിലപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായി വിട്ടുപോകാറുണ്ടെങ്കിൽ മശായിഖന്മാരെ മുമ്പിലെത്തിയപ്പോ ഞങ്ങൾക്കത് ഓതൽ നിർബന്ധമാണ്. 1 അല്ല 3 തവണ ഓതാനാണ് നിർദ്ദേശം. ജുമുഅക്ക് അവ്വൽ വക്തിൽ പോകാനാണ് നിർദ്ദേശം. ശൈഖുനയുടെ കൂടെയുള്ള യാത്രകളിൽ അവ്വൽ വക്തിൽ ജുമുഅക്ക് പോയി എല്ലാ ഷർത്തും ഫർളും സുന്നത്തും പാലിച്ച് ജുമുഅയുടെ ലാസ്റ്റ് വരെ പങ്കെടുക്കൽ എങ്ങനെ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ശൈഖുനയാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾ ചിലപ്പോ ജുമുഅക്ക് പോകാതെ ഇരുന്നിട്ടുണ്ടാവും. അതിലേക്ക് ഞങ്ങളെ കൂട്ടണ്ട, കൊണ്ടുവാ തെളിവ്. എന്തെങ്കിലും പറഞ്ഞ് സത്യത്തിൽ എന്താ അവർക്ക് പറ്റിയത് അറിയോ? നമ്മൾ പ്രമാണം ഉദ്ധരിച്ച് ഓരോന്നിങ്ങനെ പറഞ്ഞപ്പോ മിണ്ടാൻ കഴിയാതായി. എന്നിട്ട് ഓരോരുത്തർ മൂലക്കിരുന്ന് ആരോപണം ഉന്നയിക്കുക. ഓന്റെ തൊള്ളയാണല്ലോ ഇതിന്റെ ദലീല്. തെളിവ് കൊണ്ടുവരണോ? നിന്റെ നാവ് മതിയോ ദലീല്? ദലീലെവിടെ? ഞങ്ങൾ പങ്കെടുത്തതിന്റെ തെളിവ് കൊണ്ടുവാ. ഞങ്ങൾ പറഞ്ഞതിന്റെ രേഖ കൊണ്ടുവാ. അതിനൊന്നും ഒരാൺകുട്ടി ജനിച്ചിട്ടില്ല. നിങ്ങളെ പേടിച്ചു പോകുന്നതുമല്ല, ഞങ്ങളെ മശായിഖന്മാരെ നിർദ്ദേശ അതിൽ പോകുന്നതാണ്. അവ്വൽ വക്തിൽ നിസ്കരിക്കണം, റവാത്തിബ് നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം. ഇത് ഞങ്ങൾക്ക് നിർബന്ധമായും അവര് തന്ന ആശയ. മനസ്സിലായോ? നിങ്ങൾ കുറച്ച് കാലായി ഇവിടെ. നിങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞ ഓല് കള്ളന്മാരും ഓൽക്കില്ലാത്ത കുറ്റല്ല. അതൊക്കെ നിർത്തിയേക്ക്. ഇതൊക്കെ തെളിവ് സഹിതം ആളുകൾ സംസാരിക്കുന്ന കാല.